Hello, Makale. Welcome to the channel. Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me, my husband Vasu. வணக்கம். ஓகே, நம்ம வந்து ஒன் ஆஃப் த போல் வின்னர் மூவி பார்க்க போறோம். விக்ரமாதித்யன். இந்த மூவியோட டைரக்டர் வந்து லால் ஜோஸ், மியூசிக் டைரக்டர் வந்து விஜிபால், அதுக்கப்புறம் காஸ்ட் வந்து ஆப்வியஸ்லி நம்ம டிகி இருக்காரு, அப்புறம் நமிதா பிரமோத், அதுக்கப்புறம் வந்து சேத்தன் ஜெயலால், நம்ம கப்பில அந்த குட்டி பையன் வந்தாரு அவரு. அப்புறம் இவர் யாரு? நம்ம இந்த படத்துல அனூப் ஹோம் மேனன். படத்துல சிம்பு மாதிரி ஒருத்தர் வந்தாரு. ஆமா, ஆக்டர் அவர் அது தெரியல, எனக்கு சரியா அவர் ஞாபகம் மாதிரி இல்ல. தான் இருக்கு. அவ்வளவுதான் இன்ட்ரோ. படம் எப்படி இருக்குன்னு தெரியல, நம்ம மூவி பார்த்துட்டு சொல்லலாம். காமெடி டிராமா தான் ஜானர். மூவிக்குள்ள போயிடலாமா? போயிடலாம். ஓகே. என்ன பண்றான்? காஸ்டியூம் மாத்துறான். திருப்பி போட்டார் பசட்டே. ஆனா எதுக்கு? திருடிட்டு போறாரா? அப்படிதான் நினைக்கிறேன். என்னப்பா எல்லாத்துக்குமே உள்டா ஒரு வருஷம் வச்சிருக்காரு. ஆளே மாறிட்டாருப்பா. தானே. ஸோ கரெக்டா அவனை தேடிட்டு வருவாங்கன்னு நினைக்கிறேன். இப்போ ஒரு காஸ்டியூம் மாத்தி போவோம். திருடன். ബോട്ട്. മോള് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമായിരിക്കും അല്ലേ? മോളുടെ കല്യാണക്കാരും അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അന്വേഷിക്കുന്നുണ്ട്. മോൾക്ക് ഏത് ടൈപ്പിലുള്ള ആളെ വേണ്ടേ? അങ്ങനെയൊന്നുമില്ല, പറഞ്ഞോളൂ. പോലീസുകാരനായാൽ കൊള്ളാം. അങ്ങനെ ആവുമ്പോ ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ടെൻഷൻസ് ഒക്കെ മനസ്സിലാവുമല്ലോ. ആ, അത് മോള് പറഞ്ഞാൽ ശരിയാ. ഇത്ര പെട്ടെന്ന് തന്നെ ഒരു പോലീസുകാരൻ പയ്യനെ തന്നെ പിന്നാടി ഇരിക്കാറോ? എന്താ ഇവരാണ് திருடராச்சே. ஆப்போசிட். போலீஸ்க்கு வேலை கொடுக்குறதுதான்பா. ஜெயலலிதா, ரஜினிகாந்த். പോലീസ് കട്ട്. இல்ல இவங்களே போலீஸ் தான்பா. കുത്ത്. அவர்தான் அவரு. ലക്ഷ്മി, ഷെണായ് സാറിന് ഇവിടെ തന്നെയായിരുന്നോ ഡ്യൂട്ടി? എനിക്കപ്പുറത്ത് മെയിൽവാർഡിലായിരുന്നു. ஹோம் படத்துல பார்த்தவர் தானே அவரு. ഇവളാണോ പുള്ളി? இப்பதான் நினைக்கிறேன். സൂക്ഷിക്കണം, കുടുംബത്തോടെ കാഞ്ഞ വിത്തുകളാ. ഇവളുടെ കെട്ടിയവൻ ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അമ്മ എന്ത് പറഞ്ഞു? പഴയ പോലെ തന്നെ ഭയങ്കര വാശി. നിങ്ങളുടെ നായന്മാര് ഞങ്ങൾ ഷേണായ്മാരെക്കാളും ഒട്ടും മോശമല്ലെന്ന് എത്ര പറഞ്ഞിട്ടും അമ്മയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല. സാരില്ല, യോഗ ഉള്ളതേ നടക്കൂ. ഏയ്, ഞാൻ അങ്ങനെ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. അമ്മ സമ്മതിച്ചാ ബാക്കി ഒന്നും എനിക്കൊരു പ്രശ്നമില്ല. പോട്ടെ. അണ്ണനകത്ത് കിടന്ന് ആകെ മെലിഞ്ഞോയല്ലാണ്. നിങ്ങൾ ആരാ? ഞാൻ ഇവിടെ കെട്ടിയോൻ അല്ലാണ്ടാരാ? കസ്റ്റഡിയിലുള്ള ആളെ കാണാൻ നിങ്ങൾക്ക് പെർമിഷൻ ഇല്ല. മോളിച്ചിനും പുറത്തു പോയിരിക്കേ. ഞങ്ങൾ ഇത്തിരി കുടുംബകാരൻ സംസാരിക്കട്ടെ. പേടിപ്പിക്കാതെ കൊച്ചേ. അവക്കടൊരു റിപ്പോർട്ട് നമ്മളോടെ. എന്താ പ്രശ്നം? இவர் அவருதானே? யாரு? സാർ, ഇയാളോട് പോവാൻ പറഞ്ഞിട്ട് ആ, പോന്നില്ല. அந்த ஹேர் கட் பண்ணிட்டு வந்தாரு. പോലീസുകാരോടാ നിന്റെ കളി? അല്ല, പോലീസുകാരോടല്ല കളി. ഇവിടെ ഇവിടെ നിന്റെ ഒരു കളി. அப்புறம் இது അയ്യോ, താങ്ക് യു സാർ. ലക്ഷ്മി പേടിച്ചു പോയല്ലേ? എനിക്ക് സാറിനെ മനസ്സിലായില്ല. ஆமா. പേരെങ്ങനെ? ലക്ഷ്മിക്ക് എന്നെ അറിയില്ലെങ്കിലും പഴയ കോൺസ്റ്റബിൾ ശിവദാസ മേനോന്റെ മകൾ ലക്ഷ്മിയെ എനിക്കറിയാം. ഞാൻ കറക്റ്റ്. റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിൾ രാവുണ്ണി മേനോന്റെ മകൻ കുഞ്ഞുണ്ണി മേനോൻ. ശിവദാസ മേനോന്റെ പഴയ സുഹൃത്തായിരുന്നു എൻ്റെ അച്ഛൻ രാവുണ്ണി മേനോൻ. ഏത് സ്റ്റേഷനിൽ? സ്റ്റേഷനിലല്ല, ക്യാമ്പിലാ. ഞാൻ CBIയിലോട്ട് ഒരു ഡെപ്യൂട്ടേഷൻ ശ്രമിക്കുന്നുണ്ടേ. അതിന്റെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കാൻ വേണ്ടി DMOയെ കാണാൻ വന്നതാ. സാർ വന്നതെന്തായാലും നന്നായി. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആമ്പിള്ളേരെ അവൻ കണ്ടിട്ടില്ല. എന്തായാലും ലക്ഷ്മിയെ പരിചയപ്പെടാൻ പറ്റിയല്ലോ. ശരി, കാണാം. ചങ്ങാതിമാരെല്ലാം അച്ഛനെ ഉണ്ണീന്നാ വിളിച്ചിരുന്നേ. എന്തായാലും ഉണ്ണിമേനോന്ന് കേൾക്കാണ്ടിരുന്നിട്ടുണ്ടാവില്ല. ഉണ്ണീന്റെ മോൻ കുഞ്ഞുണ്ണീന്ന് പറഞ്ഞ എന്റെ പേര് കുഞ്ഞുണ്ണി മേനോന്നായത്. എന്തായാലും മേനോൻ തന്നെയാണല്ലോ. இப்போ பொண்ணு பார்க்கவே வந்தாச்சு. കാര്യങ്ങളൊക്കെ ഒത്തു വന്ന സ്ഥിതിക്ക് വഹിക്കേണ്ട ഞങ്ങളുടെ അഭിപ്രായം. ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ആരുമില്ലേ? അതും ഒരു കണക്കിന് നന്നായി. നാത്തോം പോരും അമ്മായിമ്മ പോരും ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇവളെ ഒന്ന് കൈപിടിച്ച് ഏൽപ്പിച്ചിട്ട് വേണം എനിക്കൊരു യാത്ര പോവാൻ. കാശി, രാമേശ്വരം ഒക്കെ ഒന്ന് പോയി അവിടെ തന്നെ കിടന്ന് അങ്ങോട്ട് തീർന്നു പോണെന്ന ആഗ്രഹം. ഈ വീട് ഇവളുടെ പേരിൽ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവക്ക് അന്തസ്സുള്ളൊരു ജോലിയും ഉണ്ട്. അത്രയ്ക്കൊക്കെ എന്നെ കൊണ്ട് പറ്റി. ഇനി ബാക്കിയൊക്കെ ഇവരുടെ യോഗം പോലെ. കാരണവരൊന്നും ഇങ്ങോട്ട് വരൂ. ഓ, நம்ம சாரி நல்லா இருக்குல்ல? എന്നപ്പം കൂടിയാവാം. ലക്ഷ്മി ஏதோ ஃபிளாஷ்பேக் மாதிரி ஓடிட்டு இருக்க மாதிரி தோணுது. எனக்கு அப்படிதான் தோணுது. முன்னாடி இப்போ இருக்கிற ஜென்ரேஷன் இல்லாம மேஜிக் பண்ணி பூ எடுத்துறாருப்பா.
கொஞ்சம் 60s 80s அப்படிதான். அவர் தான் பாரு ஹோம் படத்துல பார்த்தவர் தான். ஓ, எனக்கு அவர் சரியா தெரியல. ഒരു സംശയം. അമ്മ സമ്മതിച്ചു. அண்டா போச்சு. கல்யாணமே ஆயிடுச்சு அவருக்கு. போலீஸ் தானே எப்படி செக் பண்ண மாட்டாங்க? தைரியம் தான் இவருக்கு. நிறைய படத்துல அந்த மெஜிஷியன் வந்து திருடனா இருக்க மாதிரி காமிச்சிருப்பாங்க. ட்ரிக்ஸ் செய்ததுனால. என்னைக்கு கண்டுபிடிக்க போறாங்கன்னு தெரியலையே. பாவம் அவரு. ஒரு டிக்கு இங்க இருந்தா வர போறாரு. டிக்யூ தெரியல யார் டிக்கி இதுல. ஆதித்யா. விக்ரம் படத்தோட பேர் இங்க வருது. ஆதித்யன் அப்போ ஓகே, அப்ப யாரு ஆதித்யா யார் விக்ரம்? அதானே. இன்னும் கொஞ்ச நேரத்தில் தெரிய போகுது யார் விக்ரம் யார் ஆதித்யான்னு. ஒரே ஸ்கூல்ல படிக்கிறாங்க. இது யாரு பொண்ணு? அதான் ஆளு இவர் திருடுறாரு. அப்பா தானே. ம். ஆனா இன்னுமா கண்டுபிடிக்காம இருப்பாங்க. அவர் வந்துட்டு ஒரு போலீஸ் இல்லைன்னு புடிச்சிட்டு போயிட்டாங்க. அச்சோ, தெரிஞ்சிருச்சு. தெரிஞ்சிருச்சு. சீட் பண்ணது இப்பதான். வெரி லேட். அழுகுறாங்க. ஆமா, பசங்க ஏதோ இது பண்றாங்கன்னு நினைக்கிறேன். அவரை அவங்க ஆளுக்கு தெரிஞ்சிருச்சு போல. இது வந்துட்டு அவரோட பையன். போயிட்டு இவங்க ரெண்டு பேத்துக்குள்ள சண்டை வருது. என்ன வளர்ந்துட்டாங்களா? ஓடி வரானுங்க. இன்னொரு ஆள் தான் போலீஸ். ஐயே, நான் சொன்னல இவங்கள நம்ப முடியாது. இங்க பாரு காமிச்சிட்டாங்க. ஆஹா, டிக்யூக்கு லவ். டிக்யூ தான் ஸ்கூட்டி. கேம் ஃபேஸ் ஆஃப். அட பைகளா. വിക്രം ഒരു നക്ഷത്രം ആളുക്കായി. വിക്രമാ, இவர் யாரு? എന്തു மாத்திர படத்துல நடிச்ச அவரா? அவர் மாதிரி அவர் இல்லையா? बाप्पा चमक आवे बिन थोड़ा कोरकनक एसपी ऑफिस अंदू रिपोर्ट कोरकासिंत. दीपिका അമ്മി വത്തായി. ചിങ് മച്ചിങ് ഡ്രസ് വേറെ. അടുത്ത 1-ാം തീയതി ഞാൻ ടൗൺ എസ് ഐ ചാർജ് എടുക്കാൻ പോകും. അച്ഛൻ റിട്ടയർ ആവുന്ന തന്നെയാ. കൺഗ്രാറ്റ്സ്. ആദ്യത്തിന് നേടാൻ പറ്റാത്തത് നിനക്ക് പറ്റിയില്ല. പാവം ട്രൈ பண்ணிட்டு இருக்கானோ. ഇതുവരെ കരിയറിനെ പറ്റി അല്ലാതെ ഞാൻ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ലൈഫിനെ കുറിച്ച് ആലോചിക്കാൻ സമയമായി. നീ ഇപ്പോഴും അധികം കാത്തിരിക്കുകയാണ്. കാത്തിരുന്ന് ജീവിതം കളയാൻ തീരുമാനിച്ചെങ്കിൽ അതായിക്കോളൂ. പിന്നീട് എനിക്ക് ഖേദം തോന്നാതിരിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. കുറേ കഴിയുമ്പോൾ ആദ്യത്തിന് ഇനി വരില്ലെന്ന് ഉറപ്പാവുമ്പോൾ, അല്ലെങ്കിൽ അവൻ വേറെ ലൈഫുമായി മുന്നോട്ട് പോയിന്ന് അറിയുമ്പോൾ നിനക്ക് നിൻ്റെ ലൈഫിനെ കുറിച്ചൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ബീയിങ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, പരസ്പരം അറിയാവുന്ന നമുക്ക് തന്നെ ലൈഫിലും ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൂടെ? ஹீரோயின் இங்கே பார்த்த மாதிரி இருக்கு எனக்கு. எனக்கும் அப்படிதான். இந்த நெஞ்சில் மாமழின்னு சொல்லிட்டு ஒரு படம் பாட்டு வருமே, அதில் வரவங்க இவங்க தானே?
அவங்க மாதிரி தான் இருக்கு. உதயநிதி கூட ஒரு பெருசா பாட்டு ஒரு பொட்டு வச்சுட்டு அதான் நம்மளுடைய ஃபேவரட் அவங்க சாங். மாதிரி தான் This is just இருக்காங்க. an option. പെട്ടെന്ന് മറുപടി വേണ്ട. 30-ാം തീയതി വരെ സമയമുണ്ട്. അതൊരു നോ ആയാലും സാരില്ല. ആലോചിച്ച് ഉറപ്പിച്ച ആൻസർ ആയിരിക്കണം. அவங்கள மாதிரி தான் இருக்காங்க. இப்படி அவங்களா கூட இருக்கலாம். அந்த படம் தான் நீங்கள் பார்த்த மகேஷ் என்ற பிரதிகாரம். இங்கே நிமிர். ഇന്നൊരുപാട് ലേറ്റ് ആയല്ലേ? യെസ് യെസ് ഇറ്റ് വാസ് എൻ ഇൻട്രസ്റ്റിംഗ് കേസ്. കമ്പ്യൂട്ടറിൽ റെപ്രോട്ടൈസ് ചെയ്തപ്പോൾ കൃത്യമായ ആളെ കിട്ടി. ഇറ്റ്സ് എ കേസ് ഓഫ് ലൈക്കോപോഡിയം ആൻഡ് ഇന്റലക്ച്വൽ ഹിപ്പോക്രൈറ്റ്. മെഡിസിൻ പ്രോപ്പർ ആണെങ്കിൽ ക്യൂർ ഡെഫിനിറ്റ്. ഒന്നും മനസ്സിലായില്ല അല്ലേ? ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം. ഷട്ട് ഡൗൺ ചെയ്യണ്ട, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. പക്ഷെ അധികം നേരം ഇരുന്ന് കണ്ണ് കേടാക്കണ്ട. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാനിന്ന് വിക്രമനെ കണ്ടിരുന്നു. നീ ഉപേക്ഷിച്ചു പോയ ലക്ഷ്യത്തിലേക്ക് അവൻ എത്തിച്ചേർന്നിരിക്കുന്നു. അടുത്ത 1-ാം തീയതി അവൻ്റെ അച്ഛൻ CI ആയി റിട്ടയർ ചെയ്യുന്ന അതേ ദിവസം അവൻ SI ആയി ചാർജ് എടുക്കാൻ പോകുന്നു. அதுக்கு ഇന്ന് കണ്ടപ്പോൾ നിന്നിൽ നിന്ന് ഇത്രയും കാലം ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത് അവൻ എന്നോട് ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്കായി പോവാതിരിക്കാൻ വിക്രമൻ അവൻ്റെ ലൈഫിലേക്ക് എന്നെ ക്ഷണിച്ചു. അടുത്ത ഞായറാഴ്ച ഞാൻ അവനോട് മറുപടി പറയുന്നു. ഞാൻ എന്താ അവനോട് പറയേണ്ടത്? ഇത്രയും കാലം നീ എവിടെയായിരുന്നു എന്നോ, എന്നെയും നിന്റെ വീട്ടുകാരെയും ഫ്രണ്ട്സിനെയും ഒക്കെ വിട്ട് നീ എന്തിനാണ് ഓടിപ്പോയതെന്നോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. കാത്തിരിക്കുക എന്നൊറ്റ വാക്ക് മതി. ലൈഫ് മുഴുവൻ ഞാൻ നിന്നെ കാത്തിരുന്നോളാം. மலரும் நினைவுகளா? ഞാനെന്നെ ദിവ്യയുടെ സ്കൂളിലാണ് പഠിക്കണേ. സ്കൂളിൽ വരുമ്പോ വേറെ ഫ്രണ്ടിനും കൂടെ ഞാൻ കാണിച്ചു തരാം. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ ബെസ്റ്റ് ഫ്രണ്ട്, മൈ ബോയ് ഫ്രണ്ട്. ഇറങ്ങിക്കോ. ആ ലക്ഷ്മി, ഇവനെ ഇവിടെ തന്നെ ചേർത്തു അല്ലേ? നന്നായി. ഇനി ഇവന്മാർ ഒരുമിച്ച് പോയിക്കോളും. ലക്ഷ്മി കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അല്ലടാ മോൻ ക്ലാസ്സിൽ ആന്റി പോയിക്കോളൂ, ഇവന് ഞാൻ നോക്കിക്കോളാം. ഓ അവന്ന് പോയിക്കോളും. ലക്ഷ്മി കയറിക്കോ. നിന്റെ പേരെന്താ? എന്റെ പേര് ആദിത്യൻ. വിക്രമൻ. വിക്രമൻ. നീ കാണുന്ന പോലീസോ? ഞാൻ പോലീസാ. നീയോ? ഞാനും പോലീസാ. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ജയിച്ചാ നീ എന്നെ സല്യൂട്ട് ചെയ്യണം. നീ ജയിച്ചാ ഞാൻ നിന്നെ സല്യൂട്ട് ചെയ്യും. ഓക്കെ? ഓക്കെ. അപ്പൊ റെഡി? 1 2 3 ഗോ. സല്യൂട്ട് ചെയ്യടാ. അവനെന്താ പറഞ്ഞേന്നറിയോ? ഇല്ല, നിനക്ക് ഒരിക്കലും എന്നെ തോൽപ്പിക്കാൻ പറ്റൂല കഴുതേ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. என்னதான் புரியுது இதெல்லாம் பேசிக்கிறாங்க. எங்கேயாச்சும் பார்க்கறத இமிடியேட் பண்றவங்க அவங்கள. குட்டீஸ். ഏയ് ഇത് അവൻ ഫ്രണ്ട്സ് ഗ്രൂപ്പാ. ബസ്സിലെളിയും പുതിയ ഇൻസ്പെക്ടർമാരായിട്ട് ചാർജ് എടുക്കാൻ പോണെന്ന് കേട്ടല്ലോ. പക്ഷേ ആദ്യത്തന്നെ ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ. പിന്നെ പഴയതൊക്കെ മനസ്സിൽ വെച്ച് ഞങ്ങളുടെ മേത്തോട്ടെങ്ങാൻ കേറാൻ വന്നാ പണി കിട്ടുവേ. நீல வந்திருக்கான்னு பார்க்க போயிருக்காளோ? வரல. இமெயில லவ் பண்ண ஒரு குரூப் எல்லாம் இருக்கு தெரியுமா? இப்படித்தானே அவங்க മമ്മി ജനറേഷനിൽ വെയിറ്റ് பண்ணாங்க. ഞാനും നീ ഒരിക്കലും ആലോചിച്ചിട്ടില്ലാത്ത കാര്യമാണ് ഒന്നിച്ചൊരു ലൈഫ്. അപ്പയും അമ്മയും എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന കണ്ടിട്ടും ഞാൻ അവന് വേണ്ടി കാത്തിരുന്നു. പക്ഷെ അവനെന്നെ മനസ്സിലാക്കിയില്ല. ഇനിയും അവനെ കാത്തിരുന്ന് ഒറ്റയ്ക്കായി പോകാൻ എനിക്ക് പറ്റില്ല. എല്ലാം അറിഞ്ഞിട്ടും നീ എന്നെ നിന്റെ ലൈഫിലേക്ക് ക്ഷണിച്ചല്ലോ. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. என்னப்பா சொன்ன உடனே அவங்கள சாட்டையில் அடிச்சுக்கிற மாதிரி. ஏன் அவர் எஸ்ஐ ஆகிட்டார் போல. சாரி தரேன். நான் என்னமோ விக்ரமா ஆதித்யன் டிகே வந்துட்டார்னு நினைச்சேன். ஆனா அப்படி தெரியல. எதுக்கு வர்றானுங்க? வேற யாரோ குரூப் துறப்புறாங்க. நினைச்சேன் அந்த ஆட்டோ கிராஸ் ஆகும் பொழுதே நினைச்சேன். யார் வரா? டிகே நினைக்கிறேன். ஆமா அவங்க ஃப்ரெண்ட்ஸ் தானே. இதுக்கு முன்னாடி இதுல அடிச்சு தானே ஓடனாங்க. அவங்க அங்க ஓகே சொல்லிட்டாங்க. வேற யங் வெர்ஷன் ஆஃப் டிகேவா இருக்கு. எப்போ அந்த படம் இது? தெரியல. எப்பா
3. மாலை வேற போட்டிருக்க மாதிரி காமிச்சிருக்காங்க. ஆஹா, இப்போ மாற்ற முடியாதுல்ல, மாற்ற ரொம்ப கேவலமாக இருக்கும் அந்த டெசிஷன் இல்லை. கன்ஃபார்ம். இவ்வளோ தூரம் வெயிட் பண்ணிட்டு அவங்க ஃபர்ஸ்ட் எவ்வளோ நாளாக வெயிட் பண்ணிட்டு இருக்காங்க. ஏன் அந்த முடிவு எடுத்தாங்கன்னு தெரியல. இவர் கம்யூனிகேட் பண்ணல. இருந்தாலும் இன்னைக்கு அவரை பார்க்கும்போது அவங்களுக்கு இதாக இருக்கும்ல. அதை விட அவர் நிலைமை தான் ரொம்ப கஷ்டமான நிலைமை. இப்போ இவங்க இருப்பாங்களா இல்லையானே தெரியாது. என்ன கேட்டால் அவங்க கூட இருந்துடலாம் அவங்க. ஆமாம். വയസ്സായിടുച്ചു അവங்களுக்கு. അമ്മ ഞാൻ ക്രിസ്റ്റിയുടെ വീട്ടിൽ പോയി നോട്ട്സ് വാങ്ങിട്ട് വരാട്ടോ. വൈകരുത്. ശ്രുതിമോള് വന്നില്ലേ? അകത്തിരിപ്പുണ്ട്. ഇത്ര നേരം ടിവിയും കണ്ടിരിപ്പായിരുന്നു. അമ്മയുടെ ജീപ്പ് വരേണ്ട സമയമായപ്പോ ബുക്ക് എടുത്ത് പഠിപ്പിസ്റ്റായി. അമ്മ എത്തിയോ? ഞാൻ ചായ എടുക്കട്ടെ? അയ്യോ വേണ്ട, ഇനി അതിന്റെ പേരിൽ പുസ്തകം മടക്കി വെക്കാനല്ലേ. വേണ്ട വേണ്ട, നീ അവിടെ ഇരുന്ന് പഠിക്ക്, ഞാൻ പോയി നോക്കാം. ആ വാ ഇരിക്കേ. ആന്റി അറിഞ്ഞില്ലേ? ആദിത്യൻ തിരിച്ചെത്തി ഇന്ന് രാവിലെ. എന്നിട്ട് നീ കണ്ടോ? അവൻ എന്താ പറഞ്ഞേ? എന്നിട്ട് അവൻ എവിടെ? ഞാൻ കണ്ടു, പക്ഷെ ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയത്. என்ன நடந்துச்சு? எங்க போனா அவன்? തിരിച്ചെത്തിയാലും അവനിവിടെ വരില്ല. ഓർക്കാൻ പറ്റാത്ത തെറ്റല്ല അവന്റെ അമ്മ അവനോട് ചെയ്തത്. ഞാൻ പിന്നെ വരാം ആന്റി. ഫ്ലാഷ്ബാക്ക് പോകുന്ന കിട്ടിയോ? പിന്നെ ഉഗ്രനായിട്ട് കലക്കി. എന്റെ പപ്പ ഇന്നലെ ഒരു വലിയ കള്ളനെ പിടിച്ചു. കൈയും കാലും കെട്ടി കൊണ്ടുപോയി ജീപ്പിലിട്ടു. എന്റെ അച്ഛനും അമ്മയും പോലീസാ. ആണോ? എങ്കിൽ നിന്റെ അമ്മയെ കൊണ്ട് കള്ളന്റെ പിന്നാലെ ഓടാൻ പറ്റുമോ? അച്ഛൻ ശരിക്കുള്ള പോലീസാണ്. അതെന്താടാ നിനക്കൊരു സംശയം? എങ്കിൽ നാളെ അച്ഛൻ പോലീസ് ഡ്രസ് ഇട്ട് സ്കൂളിൽ വരുമോ? നാളെ മോനെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ അച്ഛൻ ആ വഴി വരാം. என்னது அவர் தொப்பி காணுமா? ஆமா. ஐயோ, பியூன் யூனிஃபார்ம் மாதிரி போட்டு மேலே தொப்பி போட்டுருந்தாரோ. ഇവരൊക്കെ നിന്റെ ഫ്രണ്ട്സ് ആണോ? ഇതെന്റെ അച്ഛനാ. ഇത് വിക്രമൻ. ഇവന്റെ അച്ഛനും പോലീസാണോ? അതെ. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി അച്ഛനൊരു മാജിക് കാണിച്ചാലോ? നിങ്ങൾക്ക് പൂ ഇഷ്ടാണോ? പുളോക്കി സിംഗിലി മെലലി മെലലി പുളോക്കി സിംഗിലി മെലലി 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 പുളോക്കി സിംഗിലി മെലലി മെലലി മെലലി. മോക്ക് പൂ ഇഷ്ടായോ? നിങ്ങൾക്കോ? ഇനി മാജിക് നാളെ. പോടാ നമുക്ക്. உங்களோட தான் கண்டுபிடிக்க போறாரோ? ये लीजिए भाई साहब. अच्छा ठीक है साहब. இது எத்தனை போட்டு? அட பாவிகளா. அவர் அந்த பக்கம் புட்டு போயிட்டு இருக்காரு, இவர் இந்த பக்கம் எடுத்து போயிட்டு இருக்காரு. பகல்லேவா? ஐயோ, ஆடிட்டாரு. இதுதான் அவர் மாட்டின மாதிரி நம்ம பார்த்தோம் அந்த சீன். അങ്ങോട്ട് നോക്കടേ. ഒരു തുള്ളി വീതം ഓരോ മണിക്കൂർ ഇടവിട്ട് കൊടുക്കണം. രാവിലെ ആകുമ്പോഴേക്കും ഭേദമായിക്കോളൂ. ഓ ഓ ഓ ഓ വേണ്ട വേണ്ട കരണ്ട.
ചെമ്മീനച്ചാറാ ഹോം മെയ്ഡ്. കഷ്ടപ്പെട്ട് ജാമ്യം വാങ്ങിച്ചിട്ട് തന്റെ മോന്ത എന്താടോ ഇങ്ങനെ ഇരിക്കുന്നത്? എന്റെ മോന്റെ കൺമുമ്പ് കൂടെയാ അവന്മാരെന്നെ. കള്ളന്മാര് സെന്റിമെന്റിലായ വക്കീലന്മാരുടെ വെള്ളം കൂടി മുട്ടും. എടോ കുഞ്ഞുണ്ണി, നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അവനും കൂടെ വേണ്ടിട്ടല്ലേ? കുറച്ചുകൂടെ മെച്ചപ്പെട്ട പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്ത് വേഗം കുറച്ച് കാശുണ്ടാക്കാൻ നോക്ക്. എന്നിട്ട് വേണമെങ്കിൽ ഇതാ മാനസാന്തരപ്പെട്ടോടോ. ആ നിനക്കറിയോ, എന്നും നിന്നെ ഇങ്ങനെ രക്ഷപ്പെടുത്താനും ഉപദേശിക്കാനും ഞാനുണ്ടായിന്ന് വരില്ല. എന്നെ പോലെ തന്നെ എന്റെ ലിവറും തടിച്ചു വരികയെന്നാ ആ ബാഹുലേൻ ഡോക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അവന്റെ ആ നോട്ടം എന്റെ കണ്ണീന്ന് മയണില്ല. ഞാൻ എങ്ങനെ അവന്റെ മുന്നിൽ ചെന്ന് നിൽക്കും? ഇങ്ങനെ നിൽക്കേ. റൈറ്റ്. മോനെ അമ്മേ വേണ്ട, എനിക്ക് അച്ഛനെ കാണണ്ട. എനിക്ക് പേടിയാ. വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങളുടെ ചതി ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. അച്ഛനെ എന്തിനാ പറഞ്ഞു വിട്ടതെന്ന് മക്കളെ ചോദിച്ച ശരിക്കും ആരായിരുന്നു ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വരുമായിരുന്നു. ഇപ്പൊ അവർക്ക് എല്ലാം മനസ്സിലായി. ഇനി എനിക്ക് ഇങ്ങനെ ഒരാളുടെ ആവശ്യമില്ല. ഇപ്പൊ മക്കൾക്കും വേണ്ട. പോയിക്കോളൂ. കട്ടിട്ടോ കൊന്നിട്ടോ എവിടെയെന്ന് വെച്ചാ പോയി ജീവിച്ചോളൂ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ കാണണ്ട. വാ ലക്ഷ്മി, നമുക്ക് ലക്ഷ്മിയുടെ വീട് വരെ ഒന്ന് പോണം. ഞാനും വരാം. എന്താ മാഡം? ഇന്നലെ കുഞ്ഞുണ്ണിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? മാഡത്തിന് അറിയാലോ, ഇന്നലെ എന്റെ കൺട്രോൾ പോയി. ഞാൻ കടുപ്പിച്ച് ഇത്രേ പറഞ്ഞു. വെണ്ടുരുത്തിപ്പാലത്തിന്റെ ചോട്ടിന്ന് അത് കുഞ്ഞുണ്ണിയുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ചെയ്യും. അതെ. தேங்க்யூ ஃபார் வாட்சிங் பார்ட் 1. நம்ம அடுத்த பாட்டில் சந்திப்போம். பாய். Bye bye.